ആ ഭൂതമാ വരുന്നത്. ദൈവമേ. സുലോചനേട്ടാ, എന്താ 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 എന്തുവാ എന്തുവാ? അയ്യോ എന്റെ ആങ്ങളെ കൊന്നേ! അയ്യോ എന്റെ ആങ്ങളെ കൊന്നേ! 100 രൂപ കൊടുക്കാന്ന് പറഞ്ഞ 1000 രൂപയുടെ അഭിനയ തള്ളിക്കയറ്റുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്. എന്തായി എന്തായി? നീ അല്ലേ പറഞ്ഞത് അളിയൻ ചെമ്മീൻ കെട്ട് വാരിക്കെട്ടാനും കണ്ടു പോയെന്ന് പറഞ്ഞു. ചെമ്മീൻ കെട്ട് വാരിക്കെട്ട്? അവല്ല, ചെമ്മീൻ കെട്ടിലോട്ട് പോയതാണെന്ന്. ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഇതിനകത്തുണ്ട്. ഉണ്ടോ? അപ്പൊ പിന്നെ വീടിന്റെ ഭാഗം ചോദിക്കാൻ ഈസിയായി. ചോദിച്ചാ? എനിക്ക് അറിഞ്ഞൂടെ എന്റെ ചേട്ടനെ. എന്റെ ഭാഗ്യത്തിന് കേട്ടില്ല. അടിക്കാട് വെട്ടാൻ വേങ്ങാണ്ട് വെളി കിടക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ? ഇല്ല. അത് പറഞ്ഞാ മതി. എന്റെ സുലോചനേട്ട അങ്ങോട്ട് വന്നേ. ഏതൊരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിലും ഒരു പുരുഷനുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പുറേ നിക്കാം, നീ പോയി ചോദിക്കാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ ഇന്ന് മുതൽ സുലോചന പുത്രനല്ല, വെറും സുലോചന. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, സുലോചനൻ. ഒന്ന് പൊയ്ക്കേ ഇവിടുന്ന്. നിങ്ങൾക്കറിയാലോ ആങ്ങളെ വിൽക്കാൻ പോവാ. അയ്യേ, അവനെ തന്നെ വിറ്റ എന്തോ കിട്ടാനാ? എന്റെ സുലോചന ചേട്ടാ, നിങ്ങൾ എന്തെങ്ങനെ കാര്യഗൗരവം ഇല്ലാതെ? എന്താ? എന്റെ ആങ്ങള ഈ വീടും പറമ്പും വിൽക്കാൻ പോവാണേ. ഷെയർ ഇടണ്ടേ? അവനോട് പറ 500 രൂപ ഇടാൻ. ഞാനും 500 ഇടാം. നല്ലൊരു സാധനം എടുക്കാം. സാധനം എടുക്കുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞേ? ഈ പറമ്പ് വിൽക്കുമ്പോ അതിലൊരു ഭാഗം ഈ പെങ്ങൾക്ക് തരണ്ടേ? കല്യാണം കഴിച്ചപ്പം ആങ്ങളെ അച്ഛനോട് ചേർന്ന് നിനക്കൊരു 19 പവൻ ഇട്ട് തന്നില്ലായിരുന്നോ? കല്യാണ ചെലവ് വേറെ, പിന്നെ ഒരു സ്കൂട്ടറും തന്നില്ലേ? എന്നിട്ട് 50 പവൻ എന്റെ നീ പറഞ്ഞ ബിസിനസ് ചെയ്യാൻ. എന്തോ ബിസിനസ് ചെയ്തു നിങ്ങള്? ചെരുപ്പ് കടയിട്ട്. ശബരിമലയെ കൊണ്ട് ചെരുപ്പ് കട ഇട്ട് വെച്ചേക്കുന്നു. നിങ്ങളോട് ഞാൻ എന്തോ പറഞ്ഞേ? ചെരുപ്പ് സൂക്ഷിക്കുന്ന കട തുടങ്ങാനാണോ പറഞ്ഞേ? ഓക്കെ, അതുകൊണ്ട് പൊളിഞ്ഞു പോട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊന്നും പണയണ്ട. ഞാനും എന്റെ ആങ്ങളെയും കൂടെ സംസാരിക്കുമ്പോ എന്തു ചോദിച്ചാലും അതെ എന്നങ്ങ് പറഞ്ഞാ മതി. എന്തോ പറയും? ഈ മീറ്റർ കിട്ടണം. എനിക്ക് ഇപ്പോഴാ നിന്റെ മീറ്റർ കിട്ടിയത്. ഇനി ഞാൻ കൊണ്ടു കേറും. കേറിയാ മതി. ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ അഭിനയിക്കാൻ പോവാ. ഏതാ സീരിയല്? ഒരു കിഴങ്ങൻ ഭർത്താവിന്റെ ദാരുണ അന്ത്യം. എല്ലാ സീരിയലിലും ഒരേ കഥയാണോടി? ഇന്ന് മുതൽ നിങ്ങളുടെ കഥ ഇതായിരിക്കും. മിണ്ടരുത്. ഞാനൊന്ന് വിളിച്ചോട്ടെ. ആളങ്ങേ. എന്തുവാ ചിരിക്കുന്നേ? ഞാൻ വിളിച്ചോളാം. അല്ലേ പിന്നെ നിങ്ങളങ്ങ് എല്ലാം. ആങ്ങളെ. അയ്യോ അയ്യോ, എന്റെ അലർച്ച മോളെ. അലർച്ച മോളോ? അലർച്ചല്ല, എന്റെ അലർച്ച മോൾ എപ്പോഴും വന്നത്. അയ്യോ എന്റെ ആങ്ങളെ, എനിക്കൊന്നും കാണാൻ വയ്യ, എനിക്കൊന്നും കാണാൻ വയ്യ. ഓ, എന്റെ കൊച്ചിന്റെ കണ്ണിന്റെ ബൾബ് അടിച്ചു പോയി. അയ്യോ അതല്ല, ആങ്ങളാകെ കറുത്ത് മെലിഞ്ഞ് ഉണങ്ങി ഒട്ടി. അതെ. എന്താടി? എന്താന്നറിയോ, ഞാൻ ഓടിപ്പടച്ച് വരുമായിരുന്നു. എന്റെ ആങ്ങളെയെ ഞാൻ രാത്രി മുഴുവൻ സ്വപ്നം കണ്ടു. അതെ. മഞ്ചാടി ഗുരു, അവള് സ്വപ്നം കാണുന്നതിന് നീ എന്തിനാ കിടന്ന് കിണിക്കണത്? ഞാൻ അവിടെ കൂടല്ലേ കിടന്നത്. അപ്പൊ അവളെ സ്വപ്നം കാണുമ്പോ എനിക്കും കണ്ടൂടെ? അങ്ങനെ ആങ്ങളെ എന്തൊക്കെ ഉണ്ട്? എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാ അങ്ങനെയൊക്കെ അങ്ങ് പോണ്. പോട്ടെ, അങ്ങനെങ്കിലും പോട്ടെ. അതല്ല, ആങ്ങളെ ഇവിടെ കഴിക്കാൻ എന്തോ ഉണ്ട്. അങ്ങനെയാണോ ചോദിച്ചത്? മോക്ക് എന്തോ വേണം? എനിക്കൊന്നും വേണ്ട ആങ്ങളെ, എനിക്കൊന്നും വേണ്ട. ആങ്ങളെ കണ്ടപ്പോ എന്റെ വയറങ്ങ് നിറഞ്ഞ്. ഗ്യാസാണടി? അയ്യോ അതല്ല, ആങ്ങളോടുള്ള സ്നേഹം കൊണ്ട് എന്റെ വയറങ്ങ് നിറഞ്ഞ്. ആങ്ങളെ പിന്നെ ഈ വീടും പറമ്പൊക്കെ വിൽക്കാൻ പോവാന്ന് കേട്ടു, ഞാൻ അറിഞ്ഞില്ല. നമ്മൾ അറിഞ്ഞിട്ടില്ല. ഷെയർ ചോദിക്കാനല്ലേ വന്നേ? ഷെയർ എന്നെന്തോ അളിയൻ പറഞ്ഞു. അയ്യോ, അളിയന്റെ വായി നിന്ന് ഷെയർ എന്ന വാക്ക്. അതെന്താന്നറിയാവോ, കൊറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പൊ അളിയനും കൂടെ കാണുമ്പോ ഷെയർ ഇട്ടടിക്കാലോ എന്നാണ്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നീ നോക്കിക്കോ, കുറച്ച് കഴിയട്ടെ, ഞങ്ങള് തമ്മിൽ ഒരു അടിയുണ്ട്. അളിയനെ ചിന്ന് ചെമ്മീൻ കെട്ടി പോയില്ല. ഞാൻ ഇന്ന് മുതൽ കളരി പഠിക്കാൻ തീരുമാനിച്ചു. എന്നെ മലത്തി അടിക്കാനായിരിക്കും. നിങ്ങൾ വന്ന സമയല്ലേ, നിങ്ങളൊന്നിരി. ആങ്ങളെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ വാഴത്തോപ്പിലെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ട് ആങ്ങളെ അതാ വരണം. വേഗം വരണേ ആങ്ങളെ. വന്നേ സുലോചനേട്ടാ, നമ്മൾ ഷെയർ ചോദിക്കാനല്ലേ വന്നേ. അത് എന്നാ പിടിച്ചോന്ന് പറഞ്ഞ പുള്ളി തരത്തില്ല. നമുക്ക് കുറച്ച് ദാരിദ്ര്യം പറയാം. നമ്മുടെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ്, ജീവിക്കാൻ വഴിയില്ല. അതുകൊണ്ട് ആകെ ഉള്ള സ്ത്രീധനം തന്ന സ്കൂട്ടറില്ലേ, അത് നമ്മൾ വിൽക്കുക. നിങ്ങൾ വിൽക്കണ്ട, വിൽക്കാൻ നമ്മൾ അങ്ങ് പറയണം. അപ്പൊ സ്കൂട്ടർ പോലും വിറ്റിട്ടേ ജീവിക്കാൻ ഗതിയുള്ളൂ എന്നറിയുമ്പോ ആങ്ങളെ ഷെയർ തരും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അതെ,
ആങ്ങളെ അഭിനയിക്കാം. എന്തുവാ സുലോചനേട്ടാ, ഞാൻ എങ്ങനെയാ ആങ്ങളോട് ഷെയർ ചോദിക്കുന്നേ? എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്റെ പൊന്നാങ്ങളെ അത്. ആങ്ങളെ ആങ്ങളൊന്ന് വന്നേ. ആങ്ങളെ ആകെ പ്രശ്ന, തികഞ്ഞ മദ്യപാനിയായ ആള്. ആങ്ങളെക്കറിയോ, അങ്ങനെ ബാത്റൂം ഒന്ന് കേറി നോക്കണം. പിന്നെ കനവക്കൊന്ന് കൊട്ടാരമില്ല അതിനകത്ത് കയറിയിരുന്നു. അതല്ല, ഒരുപാട് മദ്യക്കുപ്പികൾ കിടക്ക. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആങ്ങളെ ഒന്ന് ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോയി അന്വേഷിച്ചിരുന്നെങ്കിൽ അയാളുടെ സ്വഭാവം അറിയായിരുന്നല്ലോ. നീ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അവിടുന്ന് ഒരാൾ ഇവിടെ വന്ന് നിന്നെ കുറിച്ച് അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കുമായിരുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. അതാണ് ഇവിടുത്തെ വിഷയം അല്ലേ? ആങ്ങളെ വീടും പറമ്പും വിൽക്കാൻ പോവാന്നുള്ളത് എന്റെ ഭർത്താവ് എങ്ങനെയോ അറിഞ്ഞ്. അപ്പൊ പുള്ളി പറയാ, നിനക്കും ഒരു ഷെയർ തരണ്ടേടി അവൻ, നീ പോയി ചോദിക്കടി, അവൻ തന്നില്ലെങ്കിൽ നീ അവന്റെ കൂടെ നിന്നോ, എന്റെ അടുത്തേക്ക് വരണ്ടെന്നും പറഞ്ഞ് എന്തോ ഒരു അലക്കിയെന്നറിയോ എന്നെ. ഞാൻ നിന്റെ ആങ്ങളെയാണ്. നിനക്കൊരു പ്രശ്നം വരുമ്പോ ചോദിക്കേണ്ടത് ആരാണ്? ഞാൻ അറിയില്ല, ഞാൻ ചോദിക്കും. ഏയ്, എന്താണ് അതിന്റെ ഉദ്ദേശം? ഇത്രയും നാള് ഞാനല്ലേ ഓട്ടിച്ചത്, ഇനി നല്ല വില കിട്ടുമ്പോ ഞാൻ ആർക്കെങ്കിലും അത് വിൽക്കും. സ്കൂട്ടർ വിൽക്കുന്ന അളിയന് ഇഷ്ടമല്ല, അതാ എന്നെ തല്ലി. എന്നാ വിൽക്കണ്ടെന്ന് പറ, കൊടുക്കുന്നില്ലെന്ന് പറ. സ്കൂട്ടർ ഞാൻ വിൽക്കുന്നില്ല. സ്കൂട്ടർ മാത്രം എന്തിനാ കൊടുക്കാതിരിക്കുന്നത്? എടാ അതും കൂടെ കൊടു. എടാ ഈ കൊച്ചിന്റെ കയ്യിലും കാലുമായിട്ട് എന്തുമാത്രം സ്വർണ്ണോടായിട്ട് അങ്ങോട്ട് അയച്ചു തന്നത്? 19 പവന്റെ സ്വർണ്ണോട്ട് അയച്ചാ എല്ലാം വിറ്റ് തൊലച്ചാ. നീ എവിടെ കൈയൊന്ന് നോക്കടാ, കൈ നോക്ക്. എനിക്ക് കൈ നോക്കാൻ അറിയത്തുമില്ല. ഇങ്ങനെ നോക്കാനല്ല പറഞ്ഞത്, ഈ പെണ്ണിന്റെ കയ്യിലോട്ട് നോക്കടാ. ഒരു വള ഉണ്ടാ, ഒരു വള. വളയില്ലെങ്കിൽ എന്നാ, വളയിടാനുള്ള കൈ ഉണ്ടല്ലോ, ഒരെണ്ണം വാങ്ങിച്ചിട്. ഒരെണ്ണം ഞാൻ ഇട്ട് തരണുണ്ട് അങ്ങോട്ട്. ഒരെണ്ണം ഇട്ടിട്ട് എന്താകാനാ, 5-6 ഇട്. 5-6 താങ്ങൂടാ സുലോചന. നീ ഞാനല്ലല്ലോ, അവളല്ലേ താങ്ങുന്ന. ഇട് ഇട്. എവിടുന്നടി നിനക്ക് അവനെ കിട്ടിയത്? നിങ്ങളൊക്കെ കൂടെയല്ലേ എന്നെ തലേ കയറ്റി വെച്ചത്. ആങ്ങളേക്ക് അറിയാമോ, ഇങ്ങനെ സൈക്കോ ആണ്, സൈക്കോ. സൈക്കോ ആണ് ആളിയാ നീ? ഞാൻ എല്ലാം സൈക്കിയാളിയാ. സൈക്കിളെന്നല്ല പറഞ്ഞത്, നീ സൈക്കോ ആണാ? എവളാ സൈക്കോ? കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോ അപ്പുറം ഇപ്പുറമുള്ള പെണ്ണുങ്ങൾ കാണാൻ വന്നപ്പോ എവളെ ഒരു കമ്പെടുത്തോണ്ട് വന്ന് ഓട് 2 കുത്തി ഇട്ടിട്ട് ആ ഓടിന്റെ പുറത്ത് ചൂല് വെച്ച് ഇങ്ങനെ തൂക്കുന്നു. എന്തിനാന്ന് ചോദിച്ചപ്പോ അവള് പറയാ, പുത്തൻ വെച്ച് പൊരപ്പുറം തൂക്കണ്ടേന്ന്. സൈക്കോ അല്ലേ അവള്? പൊന്നാങ്ങളെ നിങ്ങൾ കേൾക്കണം, ഇങ്ങേരാണ് സൈക്കോ. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോഴേ അടയിരിക്കുന്ന കോഴി അങ്ങേര് പൊക്കി പിടിച്ചേക്കണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന കോഴിമുട്ട മാറ്റി താറാമുട്ട കയറ്റി വെച്ച് മുട്ടയൊക്കെ വിരിഞ്ഞപ്പോ താറാ കുഞ്ഞുങ്ങള്. എന്നിട്ട് ഇങ്ങേര് പൂവൻ കോഴിയെ വിളിച്ചിട്ട് പറയാണ്, കണ്ടോ പിടക്കോഴിയുടെ അവിഹിതം, നിന്റെ ഭാര്യയുടെ അവിഹിതം കണ്ടോന്ന്. ഇതിന്റെ പേരിൽ പിടക്കോഴിയും പൂവൻ കോഴിയും തമ്മിൽ കൊത്തിപ്പറയും, അടിയും വഴക്കും. അത് കണ്ട് മാറി നിന്ന് ചിരിച്ചവനാണ് ഇവൻ. നിനക്കിപ്പോ എന്തോ വേണം? എന്തായാലും വീടും പറമ്പും വിൽക്കാൻ പോവുകയാണല്ലോ, എനിക്കുള്ള ഷെയർ അങ്ങ് തന്നിട്ട് ഈ പുള്ളിയുടെ കൂടെ എന്നെ വിട്, ശല്യം ഒഴിഞ്ഞു പോട്ട്. അത് ശരി, ഐഡിയ ആൻഡ് ഡയറക്ഷൻ ഇവിടെയാണ്. അത് വെറും ആക്ടർ. എന്റെ അവകാശമല്ലേ അങ്ങളെ അത്? അല്ല, അവകാശം എന്ന് പറഞ്ഞാൽ നിന്റെ അവകാശം തന്നല്ലടി വിട്ടത്. അയ്യോ, അത് കടമായിട്ടാണോ തന്നെ? അളിയന് വരാറിയാൻ കടമായിട്ടാണ് തന്നെയെന്ന്. അയ്യോ, അത് കടമായിരുന്നല്ലോ. ഇത് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ സ്വത്തിൽ നമുക്ക് അവകാശം ഉണ്ടേ. അച്ഛന്റെ അമ്മയുടെ സ്വത്തിൽ നമുക്ക് അവകാശമുണ്ട്. പിന്നെ എനിക്ക് കിട്ടണ്ടേ? അങ്ങനെ കിട്ടണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 1 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് തരും, മാച്ചോണ്ട് പൊക്കോളാം. എന്റെ പട്ടിക്ക് വേണം 1 ലക്ഷം രൂപ. മൂക്കുപൊടി വലിക്കാനുണ്ടോ 1 ലക്ഷം കുണുവ? അത് ശരി, രാത്രി കിടന്ന് അതുകൊണ്ടാണോ നീ തുമ്മുന്നത്? ഒന്ന് മിണ്ടാതിരി ആങ്ങളെ. എന്തായാലും ഇത് വിറ്റ് കഴിഞ്ഞാൽ ഒരു 10-15 ലക്ഷം രൂപ കിട്ടും. അതിന്റെ പകുതി എനിക്ക് വേണം. അപ്പൊ നിനക്ക് 1 ലക്ഷം രൂപ വേണ്ട? വേണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇലയ്ക്കും മുള്ളിനും കാട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഒരു 1 ലക്ഷം രൂപ ഇങ്ങോട്ട് തരിക. അപ്പൊ ഈ വസ്തുവിന്റെ വീടിന്റെ പ്രമാണം ഞാൻ അങ്ങോട്ട് തരും. കൊണ്ടുപോയി ചിരിക്കുക, തിന്നെ എടുക്കുക, എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യടാ അങ്ങോട്ട്. 15 സെന്റ് സ്ഥലവും വീടും 1 ലക്ഷത്തിന്. 1 ലക്ഷം രൂപ മാറ്റമില്ലേ? സുലോചനേട്ടാ, നമ്മള് ബിസിനസ് ചെയ്യാൻ വെച്ച 1 ലക്ഷം രൂപ അല്ലേ, അതെടുത്ത് അങ്ങ് കൊട്. അത് മാത്രമേ ഇനി ഉള്ളു. എന്തിനാ ഇനി അത്? നമുക്ക് 15 സെന്റ് സ്ഥലവും വീടും ഇല്ലേ? കൂടെ അങ്ങോട്ട്. അളിയന്റെ നമ്പർ പറ. അളിയന്റെ നമ്പർ ഇത്ര കാലമായിട്ട് അറിഞ്ഞൂടാ എനിക്ക്? വന്നില്ല. അവിടെ നോക്ക്. 1 ലക്ഷം രൂപ കിട്ടി. സന്തോഷം. ഇതാ ഐശ്വര്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവമേ എന്ന് വിചാരിച്ചു. ശല്യവഴി. അല്ല ആങ്ങളെ, ഇത് പ്രമാണമല്ലല്ലോ, ഇത് ബാങ്കിലെ ജപ്തി നോട്ടീസ് അല്ലേ? തന്നെടി ജപ്തി നോട്ടീസ്. എടി, നിന്റെ കല്യാണം നടത്താൻ വേണ്ടി ഈ വീടും പറമ്പും കൂടെ ബാങ്കിൽ ഞാൻ പണയം വെച്ചിട്ടല്ലേ നിന്റെ കല്യാണം നടത്തിയത്.
അതിപ്പം ജപ്തിയായിട്ട് വന്ന് കിടക്കുകയാണ്. എടി ഇത് നിന്നെ അറിയിക്കാതെ ബാങ്കുകാരെ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. മഞ്ചാടിയം കൊണ്ട് വന്നേക്കണതിനിടയ്ക്ക് വീതം ചോദിച്ചോണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, മക്കളെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് വസ്തുവും വീടും എടുത്ത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്തു. അല്ല അതെങ്ങനെ ശരിയാവൂ? അല്ല ഒരു കാര്യം ചെയ്, എന്നാ പിന്നെ എന്തായാലും നമ്മൾ ആങ്ങളെയും പെങ്ങളും അല്ലേ, ഞങ്ങൾ തന്ന 1 ലക്ഷം തന്നേര്. അതങ്ങ് മറ്റടുത്ത് പറഞ്ഞാ മതി, ഇവിടെ നടക്കൂല. അല്ല എന്ത് ആങ്ങളെ ഒരുമാതിരി ഒരു മനസാക്ഷി ഇല്ലാത്തവളെ, നീ എന്റെ അമ്മയുടെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞാണാടി? ഒരിക്കലും അല്ല. ഇതേതാ അണ്ണാച്ചിയുടെ തവിട് കൊടുത്ത് മാറ്റ സാധനം. അളിയ കൊടളിയാക്കി. ഇപ്പോഴാണ് അളിയന്റെ അതേ കറക്റ്റ് സ്ഥലത്ത് പോസ്റ്റ് ആയത്. അതെ. എന്നാ പിന്നെ ഈ സന്തോഷത്തിനെ ഷെയർ ഇട്ട് നമുക്കൊരെണ്ണം അടിച്ചാലോ? ഇനിയും വേണോ ഷെയർ? അതെ. എനിക്ക് വാളിയാ. അപ്പൊ ഞാനോ? വാളിയാ.